നമസ്കാരം. വടകരയിലാണ് ഇന്ന് ഇലക്ഷൻ ബസ് എത്തി നിൽക്കുന്നത്. അത്യാവേശകരമായ മത്സരം നടക്കുന്ന വടകരയിൽ കോഴിക്കോട് ജില്ലയിലായിരുന്നു ഇന്ന് ഇലക്ഷൻ ബസിന്റെ പര്യടനം. ഇഞ്ചോടിഞ്ച് അത്യാവേശകരമായ മത്സരം ഇവിടെ നിലനിൽക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ഇവിടെ ഈ വടകരയുടെ ഏറ്റവും ചുവന്ന മണ്ണിൽ ഏറ്റവും രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ വലിയ ചരിത്രമുള്ള ഈ മണ്ണിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളോടൊപ്പം UDF പ്രതിനിധിയായി RMP നേതാവ് ശ്രീ N വേണു, ഒപ്പം LDFനെ പ്രതിനിധീകരിച്ച് ശ്രീ PK ദിവാകരൻ, NDA പ്രതിനിധീകരിച്ച് ശ്രീ VC ബിനീഷ് ഉണ്ട്. അദ്ദേഹം എത്തും. അപ്പോൾ നമ്മൾ ചർച്ച തുടങ്ങുകയാണ്. ഏറ്റവും ക്രിയാത്മകമായ വടകര മാത്രമല്ല, നമുക്ക് കോഴിക്കോട് മുഴുവൻ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നന്നായി. നമുക്ക് ചർച്ച ആരംഭിക്കാം. തീർച്ചയായിട്ടും. ശ്രീ N വേണു, 2021 സാഹചര്യമല്ല, 2026 RMP ഈ തെരഞ്ഞെടുപ്പിനെ പ്രതിനിധീകരിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷം ചെയ്ത കാര്യങ്ങൾ കൂടി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ പ്രതിനിധീകരിക്കുന്നത്. എന്തൊക്കെയാണ് RMPയുടെ വടകരയിലെ പ്രതീക്ഷകൾ, ഒപ്പം കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യം? 2021 പൊതുവെ കേരളത്തിൽ LDFന് അനുകൂലമായ ഒരു തരംഗമാണ് ഉണ്ടായിരുന്നത്. ആ തരംഗത്തിലും 7000-ൽ അധികം വോട്ടുകൾക്ക് ഇവിടെ വടകരയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി UDF RMP സ്ഥാനാർത്ഥി കഴിഞ്ഞു. അതിനുശേഷം വന്ന 5 വർഷം വടകരയുടെ വികസന പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട ഒരു ജനകീയ MLA എന്ന നിലയിലാണ് ഇപ്പോൾ 2ാം തവണ RMPI UDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് KK രമ മത്സരിക്കുന്നത്. തീർച്ചയായും അനുകൂലമായ വലിയ ട്രെൻഡ് ഈ മണ്ഡലത്തിലുടനീളം ഉണ്ട് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കേരളത്തിലുടനീളം UDFന് അനുകൂലമായ വലിയ തരംഗം നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ലോക്കൽ ബോഡി ഇലക്ഷനായാലും പാർലമെൻറ്റ് ഇലക്ഷനായാലും ഈ 2 ഇലക്ഷനുകളുടെയും ഫലം വലിയ രൂപത്തിലേക്ക് LDFൻ്റെ പരാജയമാണ് നാം കണ്ടത്. സ്വാഭാവികമായും 2026 ഈ വരുന്ന ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പും മറ്റൊന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ വികാരം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണ 13-ൽ 11 സീറ്റും നേടിയത് LDF ആണ്. അത് LDF ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിന് അത്തരം ഒരു സാഹചര്യം ഇന്ന് കോഴിക്കോട് ജില്ലയിലില്ല. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ജില്ലയിലെ 2-3 മണ്ഡലം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മണ്ഡലങ്ങളെല്ലാം വലിയ പോരാട്ടം തന്നെയാണ്. നല്ല മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരത്തിൽ തീർച്ചയായും UDFന് അനുകൂലമായ ഒരു വിധി ജില്ലയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ദിവാരം, പക്ഷേ അങ്ങനെയാണ് UDF ട്രെൻഡാണ് കോഴിക്കോട് ആഞ്ഞടിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലാകെ വടകരയാണെങ്കിൽ കഴിഞ്ഞ തവണയെ ജയിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് വടകരയിൽ ഒന്നും പേടിക്കാനില്ല. ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളുടെ കാര്യത്തിൽ എക്സ്ട്രാ കോൺഫിഡൻസ് ആണ് UDFന്. ഇവിടെ വടകരയിലെ വിജയത്തെ സംബന്ധിച്ച് പറഞ്ഞ 21-ലെ LDF തരംഗത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സഹതാപം അതിലൂടെയൊക്കെ നേടിയെടുത്തൊരു വിജയത്തിനപ്പുറത്തേക്ക് ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ MLA വിചാരണ ചെയ്യപ്പെടുകയാണ് വടകരയിൽ. അതിന് പ്രധാനപ്പെട്ട കാരണം വടകരയിൽ നാണുവേട്ടൻ 5 വർഷക്കാലം 16 മുതൽ 21 വരെ പ്രതിനിധീകരിച്ചപ്പോൾ സർക്കാരിൽ നിന്ന് വാങ്ങിയെടുത്ത നിരവധി പ്രോജക്റ്റുകൾ അതേപോലെ കിടക്കുകയാണ്. ഇപ്പോൾ അതിൽ ചിലതെല്ലാം ഇപ്പോൾ പൊടി തട്ടിയെടുത്തിട്ട് റവന്യൂ ടവർ അതുപോലുള്ളതൊക്കെ ഉദ്ഘാടനം ചെയ്തു. അതിനൊരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയായിരുന്നു 16 മുതൽ 21 വരെ കുറ്റ്യാടി മണ്ഡലത്തിൽ ശ്രീ പാറക്കൽ അബ്ദുള്ള MLA ആയി മാറിയപ്പോൾ അദ്ദേഹത്തിന് കിഫ്ബി ഫണ്ടിൽ നിന്ന് വടകര കിട്ടിയതുപോലെ അവിടെയും കിട്ടി. അതൊന്നും അദ്ദേഹം ചെയ്തില്ല. പേപ്പർ വെച്ച് അവിടെ മൂടി വെച്ച് കിടന്നു. അതൊക്കെ 21-ൽ ജയിച്ചു വന്ന കുഞ്ഞമ്മദുട്ടി മാഷ് തകൃതിയായി നടപ്പാക്കി. 5 കൊല്ലം കൊണ്ട് 10 വർഷത്തെ വികസനം നടപ്പാക്കി. ഇത് ഇവിടെ ഉണ്ടായിരിക്കുന്ന സംഭവം കുറ്റ്യാടിയിലെ പാറക്കൽ നടത്തിയ അഭ്യാസമാണ് ഇപ്പം ഈ വടകര MLA നടത്തിയിരിക്കുന്നത്. അതിൻ്റെ കടുത്ത പ്രതിഷേധം ജനങ്ങളിലുണ്ട്. വികസനം നടക്കണം. ഈ ഗവൺമെൻറ് കിഫ്ബിയിലൂടെ കൊടുത്ത കോടിക്കണക്കിന് രൂപ കൃത്യമായ സമയത്ത് ചെലവഴിക്കുന്ന ഒരു നടപടി MLAയുടെ ഭാഗത്തുനിന്ന് വന്നില്ല എന്നുള്ള പ്രതിഷേധം വടകരയിൽ അങ്ങോളം ഇങ്ങോളുണ്ട്. അത് വേറൊരു നിലയിൽ പരിഹരിച്ചു പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹതാപമൊക്കെ കൊണ്ട് അത് പരിഹരിക്കാനാവോ ഇല്ലയോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. എന്തായാലും വികസനമാണ് ചോദ്യമെങ്കിൽ വടകര ഇത്തവണ LDFന്റെ കൈകളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രണ്ടാമത്തെ കോഴിക്കോട് ജില്ലയിൽ നേരത്തെ 13-ൽ 11 സീറ്റ് ഞങ്ങൾ ജയിച്ചതാണ്. ഇത്തവണ ഞങ്ങൾ 13 ജയിക്കും. ഈ വടകര ഉൾപ്പെടെ ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്. കാരണം വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും മുനിസിപ്പൽ അതുപോലെയുള്ള മേഖലകളിലെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് വ്യക്തിനിഷ്ഠമായ വോട്ടുകളാണ്. പഞ്ചായത്ത് വാർഡിൽ മത്സരിക്കുന്ന ഒരാൾ
UDF-കാരൻ്റെ ബന്ധുവായിരിക്കും LDF-ന്റെ സ്ഥാനാർത്ഥി. ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ വോട്ട് വരും. പക്ഷേ പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റം LDF-ന് അനുകൂലമാണ് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ. അത് മണ്ഡലാടിസ്ഥാനത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിനകത്ത് ഞങ്ങൾക്ക് മുന്നേറ്റമുണ്ട്. അതിനുമപ്പുറത്ത് ഈ ജില്ലക്കകത്തെ 11 LDF MLA-മാർ മികച്ച വികസന പ്രവർത്തനമാണ് നടത്തിയത്. അതുകൊണ്ട് അതിൻ്റെ മെറിറ്റിൽ മാത്രം ഈ LDF ഗവൺമെന്റ് പ്രതിനിധികളായി വന്നിട്ടുള്ള MLA-മാർ ജയിച്ചു കയറും. വരാത്തതിന് കൊടുവള്ളിയും വടകരയും ജയിക്കും. തീർച്ചയായിട്ടും അതാണ് LDF-ന്റെയും UDF-ന്റെയും ആത്മവിശ്വാസ പ്രകടനങ്ങൾ. ഇനി നിങ്ങൾക്കുള്ള അവസരമാണ്. ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങളാവണം, അത് വളരെ ചുരുക്കിയുള്ള ചോദ്യങ്ങളാവണം. വളരെ സമാധാനപരമായി നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. LDF ലീഡറോടാണ്. 10 കൊല്ലം മുമ്പ് ഇവിടുത്തെ കറണ്ട് ബില്ല് എത്രയായിരുന്നു? എൻ്റെ വീട്ടിലൊക്കെ 800-900 ആയിരുന്നു വരുന്നത്. ഇപ്പം 2800-3000 വരുന്നുണ്ട്. പിന്നെ 10 കൊല്ലം മുന്നേ നിങ്ങൾ പവർ കട്ടില്ല എന്ന് പറഞ്ഞ്, ഞാൻ കർണാടകയിലാണ്. 10 കൊല്ലം മുന്നേ കർണാടകയിൽ 6 മുതൽ 8 മണിക്കൂറാണ് പവർ കട്ട്. അപ്പോൾ ഇപ്പം കർണാടകയിൽ കറണ്ട് ഫ്രീ കൊടുക്കുക 100 യൂണിറ്റ്. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ ചെയ്തു തരുന്നത്? കറണ്ടിൻ്റെ കാര്യം, വൈദ്യുതി രംഗത്ത് ഇപ്പോൾ നടക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഊർജ്ജ മേഖല പൂർണ്ണമായിട്ട് കൈയടക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിയമമനുസരിച്ച് വന്ന റെഗുലേറ്ററി കമ്മീഷനാണ് ഏത് സംസ്ഥാനത്തും ഈ വൈദ്യുതി ചാർജിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം സർക്കാർ നടപ്പിലാക്കുന്നില്ലെങ്കിൽ കേന്ദ്ര പൂളിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി ഇല്ലാതാകും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ലാഭനഷ്ട അടിസ്ഥാനത്തിലുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ റെഗുലേറ്ററി കമ്മീഷനാണ് കേരളത്തിലെ വൈദ്യുതി ചാർജ് വർധനവിൻ്റെ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം സ്വാഭാവികമായി എല്ലാ സംസ്ഥാനത്തും ഏറ്റക്കുറച്ചിലുകളോടെ നടപ്പിലാക്കുന്ന എന്ന ബാധ്യത അതാത് സംസ്ഥാനത്തിനുണ്ട്. ആ സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുന്നത് കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനമായതുകൊണ്ടാണ് ഇവിടെ വർധനവ് വന്നിട്ടുള്ളത്. പിന്നെ ഓരോ സംസ്ഥാനത്തെ വൈദ്യുതി ലഭ്യതയുടെ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെയൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചാർജ് കാര്യങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളും വരുന്നത്. ഈ നിബന്ധനയും കൂടി അതിനകത്ത് വരുന്നതോടുകൂടി അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഗതികൾ വരികയാണ്. പിന്നെ ഇളവ് കൊടുക്കുന്നു 100 എന്താ പറയുക, ഈ ചാർജ് സംബന്ധമായിട്ട് ഇന്ന സംസ്ഥാനത്ത് കൊടുക്കുന്നു, ഇന്ന സംസ്ഥാനത്ത് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ 45 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് പഴയ ചാർജ് തന്നെയാണ്. ഏറ്റവും പാവപ്പെട്ടവനെ സംരക്ഷിക്കുക എന്ന നിലപാടിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഉള്ളത്. അതുകൊണ്ട് ആ മേഖലയിൽ ആ നിലപാടെടുത്താണ് പോകുന്നത്. ഇവിടെ ചോദ്യം UDF-ന്റെയും RMന്റെയും പ്രതിനിധിയുടെ വീട് കോൺഗ്രസ്, ആപ്പ കോൺഗ്രസ്, ചൂരൽമൽക്ക് കൊടുത്ത വാക്ക് കോൺഗ്രസ്. VD സതീശൻ പറഞ്ഞു എൻ്റെ പേരിലും KPCC പ്രസിഡന്റിൻ്റെ പേരിലാണ് ഫണ്ട് ബാങ്കിലിട്ടിരിക്കുന്നത്. അതിനൊരു തെളിവില്ല. ഇവിടുന്ന് പിരിച്ച പൈസ എവിടെ പോയി? ചോദ്യം ഷാർപ്പാണ്. അതിനു മുമ്പേ ഒരു കാര്യം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി സർക്കാരാണ്. ആ സർക്കാർ എടുത്തു കൊടുക്കാം എന്ന് കൊടുക്കുമെന്ന് പറയുമ്പോൾ വലിയ പൈസ ഡൊണേഷനായി പിരിച്ചിട്ടുണ്ട്. ആ പണം പോലും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം തട്ടിക്കൂട്ടി ഒരു ശ്രമം നടത്തിയിട്ടാണ് അവിടെ ഉദ്ഘാടനം എന്ന ഒരു മാമാങ്കം നടത്തിയത്. ഇപ്പോഴും നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് പോയാൽ അറിയാം, ഇപ്പോഴും പണിതീരാത്ത എത്രയോ വീടുകളുണ്ട്. ഈ വീടുകൾ 20 ലക്ഷം രൂപ ചിലവ് വരുന്ന ഈ വീടുകൾക്ക് 30 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കരാർ എഴുതിയത് എന്ന് പറഞ്ഞ ഒരു വീടിൽ നിന്ന് 10 ലക്ഷം രൂപ നമ്മുടെ നാട്ടിൽ പിരിച്ചെടുത്ത പണം എവിടെ പോയി എന്നത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിശദീകരിക്കണം. അവിടെ തന്നെ മുസ്ലിം ലീഗ് വീട് പ്രഖ്യാപിച്ചു. ആ വീട് സർക്കാരിന് മുമ്പേ ഉദ്ഘാടനം നടത്തി. UDF-ന്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് പിരിച്ച വീടുകളെ സംബന്ധിച്ച് VD സതീശൻ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ അവിടെ സ്ഥലമെടുത്തു കഴിഞ്ഞു, വീടിൻ്റെ ജോലി ആരംഭിക്കുകയാണ്. അവിടെ സർക്കാരിനേക്കാൾ സാങ്കേതികമായി പ്രയാസങ്ങൾ സ്വകാര്യ ആളുകൾക്ക് സ്ഥലമെടുക്കുമ്പോഴൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന സാങ്കേതിക പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ തീർച്ചയായും പ്രഖ്യാപിച്ച വീടുകൾ അവിടെ എടുത്തിരിക്കും. ഇനി വടകരയിൽ അതെ, അടുത്ത ചോദ്യം ഒരു ജനറൽ സംശയമാണ്. അദ്ദേഹം ഉത്തരം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് പറയാനുള്ള ഉത്തരം അതാണ്. അല്ല പറഞ്ഞല്ലോ, കോൺഗ്രസ് സ്ഥലം വാങ്ങിച്ചു, രജിസ്റ്റർ ചെയ്തു. 2011 ചോദ്യം LDF-ന്റെ പ്രതിനിധിയോടാണ്. 2011 പ്രകടന പത്രം നമ്മളൊക്കെ മൊബൈലിൽ ഇപ്പോൾ വാട്സപ്പിലൊക്കെ കിടക്കുന്നുണ്ട്.
അതിൽ പറഞ്ഞ കാര്യത്തിൽ വികസനം കൊണ്ടുവരും, എന്തെങ്കിലും സംരംഭം കൊണ്ടുവരുന്ന ഒരുപാട് പറഞ്ഞിരുന്നു. ഏതെങ്കിലും സംരംഭം തനതായ രീതിയിൽ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് പറയണം. 2, പ്രവാസികൾക്ക് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് ഇവിടെ എന്താണ് ജോലി സംരക്ഷണം ഉറപ്പ് വരുത്തുമെന്ന് പറഞ്ഞിരുന്നു. ആ സംരംഭം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. 3-മത്തത് PM ശ്രീ പദ്ധതി. ആ പദ്ധതി BJP ഒഴികെ ബാക്കി എല്ലാവരും എതിർത്തിട്ടും അത് ഒപ്പുവെച്ച ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്. പിന്നെ ശരിക്കുള്ള ഉത്തരം പറയേണ്ടത് എന്ത് സ്വന്തം ഒരു പദ്ധതിയെ കൊണ്ട് തള്ളര് വേണ്ട, തള്ളാണ്ട് ശരിക്കുള്ള ഉത്തരം പറയാം. ശരി, എന്ത് പദ്ധതി? LDF സർക്കാരിന്റെ എന്ത് പദ്ധതി? LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ നിലവിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ 16 വരെ ഭരിച്ച UDFന്റെ ഭരണത്തിൽ നഷ്ടത്തിലായിരുന്നു ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷ സ്ഥാപനങ്ങൾ. അത് 140 കോടിയുടെ നഷ്ടം ഇപ്പം 470 കോടിയുടെ ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. 1. രണ്ടാമത്തത് ഇത് നിയമസഭയിൽ പറഞ്ഞ കണക്കാണ് പറയുന്നത്. രണ്ടാമത്തത് ഇന്ത്യയിലെമ്പാടും 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ സംരംഭക പ്രവർത്തനങ്ങളുടെ പട്ടിക നോക്കിയാൽ കേരളം 28ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 1ാം സ്ഥാനത്തേക്ക് വരാൻ ഈ സംസ്ഥാനത്തിന് കഴിഞ്ഞു. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ മികച്ച വ്യവസായ സംരംഭങ്ങൾ ഈ അടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ളത് 3 ലക്ഷത്തോളം സ്ഥാപനങ്ങൾ ആരംഭിക്കാനും 7 ലക്ഷത്തോളം സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഏജൻസിയാണ് നടപ്പാക്കുന്നത്. സംരംഭകത്തിന് 3 ലക്ഷത്തോളം വരുന്ന സംരംഭകർ 3 ലക്ഷത്തോളം വരുന്ന സംരംഭകർ ഈ സംസ്ഥാനത്തിനകത്തെ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സംരംഭത്തിന്റെ പേരല്ല പറയുന്നത്. ഈ ധാരാളം ഇലക്ട്രോണിക് മേഖലകളിൽ, ഡിജിറ്റൽ സംവിധാനങ്ങളിൽ ഇത് വന്നു കഴിഞ്ഞു. ഇത് കേരളത്തിൽ നിഷേധിക്കാൻ പറ്റില്ല. നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ട് കേരളത്തിലെ MLA-മാർക്ക് യാതൊരു മറുപടിയുമില്ല. ആ മറുപടി ഇല്ലാത്തൊരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞോണ്ട് ഇന്നത് 3 ലക്ഷത്തിന്റെ ആളിന്റെ ലിസ്റ്റല്ലല്ലോ എടുക്കേണ്ടത്. ഓരോ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളുടെ പേര് ഈ രാജ്യത്ത് ആർക്കും ഗൂഗിളിൽ പരിശോധിച്ച് നോക്കി അറിയാം. പരിശോധിച്ചിട്ട് കണ്ടെത്തിക്കോ. BJP പ്രതിനിധി അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു അവസരം ഇന്ത്യയിലല്ലാതെ കേരളത്തിൽ മാത്രമാണ് പ്രവാസികളെ രക്ഷിക്കാൻ വേണ്ടി പ്രവാസികൾക്ക് പെൻഷൻ 3500 രൂപ പെൻഷൻ കൊടുക്കുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ്. പ്രവാസികളെ രക്ഷിക്കാൻ വേണ്ടി വിവിധങ്ങളായ സ്കീമുകൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രവാസികൾക്ക് വേണ്ടിയാണ്. ആ പ്രവാസികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇന്ത്യയിൽ നടത്തിയ ഏക സംസ്ഥാന ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. മൂന്നാമത്തത് നിങ്ങൾ ചോദിച്ചേ PM ശ്രീ വലിയ അബദ്ധം എന്നുള്ള നിലയിലൂടെ അവതരിപ്പിച്ചു. ഞങ്ങൾ ഒപ്പിടുന്നതിന് മുമ്പേ കർണാടകത്തിലെ കോൺഗ്രസ് ഒപ്പിട്ടു, തെലങ്കാനയിലെ കോൺഗ്രസ് ഒപ്പിട്ടു, അതുപോലെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഒപ്പിട്ടു. ഇവിടെ പറയാണ് PM ശ്രീ നിങ്ങൾ ഒപ്പിട്ടു. PM ശ്രീയിൽ നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികൾ ഇതിനകം കേരളം ആ ശേഷി ആർജിച്ചെടുത്തു. സുഹൃത്തെ, കേരളം ആർജിച്ചെടുത്തു. അതുകൊണ്ട് PM ശ്രീക്ക് വേണ്ടി കേരളത്തിലെ സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കേണ്ടതില്ല. കഴിഞ്ഞതിന്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കാതെ വന്ന ഫണ്ട് കിട്ടുന്നതിന് കൊടുത്തു. എന്നാൽ അതിൽ പറയുന്ന ഒരു നടപടിയുടെ ആവശ്യമില്ല. ബ്ലോക്കിൽ 2 സ്കൂളാ, ഒരു ബ്ലോക്കിൽ 2 സ്കൂള്. ആ സ്കൂള് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഇവിടെ വേണ്ട. ഇവിടെ അത് ആർജിച്ചെടുത്തു കഴിഞ്ഞു. പിന്നെ PM ശ്രീ ഇവിടെ എന്ത് BJP-യുടെ പ്രതിനിധി പറയുന്നൊന്നും നമ്മൾ കേട്ടില്ല. BJP-യുടെ വാദം കൂടി കേട്ടതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് മൈക്ക് തരാം. ഞാൻ അല്പം വൈകി പോയിട്ടുണ്ട്, ആ കാര്യത്തിൽ ക്ഷമ ചോദിക്കുന്നു. മറ്റൊന്നല്ല, കരിമ്പനപ്പാലം മുതൽ ഇവിടെ വരെ എത്താൻ ഞാൻ 20 മിനിറ്റ് സമയമെടുത്തു. അത്രയും ബ്ലോക്കാണ്. അതാണ് വടകരയുടെ വികസന കാര്യങ്ങൾ. ബാക്കി നമുക്ക് പറയാം. വകാടിൻ്റെ അല്ല, ഇവിടുന്ന് മുതൽ ഇങ്ങോട്ട് നടക്കുന്നത് വകാടിൻ്റെ റോഡല്ല. അത് നമുക്ക് പിന്നെ പറയാം. അതായത് കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ മുഴുവൻ കോടിക്കണക്കിന് ആളുകളെ, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒട്ടനവധി വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നു. വടകരയെ സംബന്ധിച്ച് വടകരയിലും അതിൻ്റെ എല്ലാ നേട്ടങ്ങളും ലഭിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് വടകരയും. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യത്തിലായാലും ശരി, അതുപോലെ തന്നെ ഇവിടെ ഏകദേശം ഈ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഏകദേശം 700-ലധികം വീടുകൾ
പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറത്തുള്ള ചത്വരം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒട്ടനവധി പദ്ധതികളിലൂടെ കേന്ദ്ര സർക്കാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് സഹായം ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതാണ് ഈ തവണ വടകരയിൽ BJPക്ക് വോട്ടായിട്ട് മാറുന്നത്. കേരളത്തിൽ BJP അധികാരത്തിൽ എത്തുന്ന തരത്തിലേക്ക് BJP മാറാൻ പോകുന്നത് ഈ പദ്ധതികൾ ജനങ്ങൾ മനസ്സിലാക്കി ആ പദ്ധതികൾക്കനുസൃതമായിട്ട് സാധാരണക്കാരന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ മാത്രം. നേരത്തെ ഞാൻ ഇവിടെ വന്ന സമയത്ത് കേട്ടു ഇവിടെ ഒരു പദ്ധതി പോലും സംസ്ഥാന ഗവൺമെന്റിന് പറയാനില്ല. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ പദ്ധതികളിലൂടെ കേന്ദ്രത്തിൽ ഇവിടെ സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരും. LDFിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ബിനോയ് വിശ്വം ഇതുവരെ അംഗീകരിച്ചില്ല. അതല്ല എൻ്റെ ചോദ്യം. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കേരളത്തിൽ ഭരിച്ചപ്പോൾ ഒരു അടയാളപ്പെടുത്തിയ വലിയൊരു വികസന പദ്ധതിയുടെ പേര് ഇവിടെ ചോദിച്ചു പറയാൻ കഴിഞ്ഞില്ല. UDFിൻ്റെ കാലത്ത് വീഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി, കണ്ണൂർ വിമാനത്താവളം, മെട്രോ റെയിൽ ഉൾപ്പെടെയുള്ള വൻ വികസന പദ്ധതികൾ കൊണ്ടുവന്ന UDF 10 വർഷം കൊണ്ട് നിങ്ങൾ എന്താ നടത്തി? എന്താണ് വികസന പ്രവർത്തനം? ലോകോത്തര കമ്പനികൾ കേരളത്തിൽ വന്നതാണ് പറയുന്നത്. IBM കേട്ടോളെ, ഒറ്റൊന്നും പറഞ്ഞില്ല. 3.5 ലക്ഷത്തിലാണ് IBM. മറുപടി പറയട്ടെ. HCL പറയട്ടെ നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലേ, ഇനി ഉത്തരം പറയട്ടെ. പറയുമ്പോ പിന്നെ ആ തടസ്സവും പറയാതിരുന്നാൽ അതല്ല ഇതില്ലാന്ന് പറയും നിങ്ങൾ. ഞാൻ ഗൂഗിളിലെടുത്ത് പറയാണ്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ഈ കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലോകോത്തര കമ്പനികളാണ് IBM. ഇല്ലാന്ന് പറ, അത് അറിഞ്ഞൂടാത്തതിന് വേറെ നിവൃത്തിയില്ല. ഓല് പഠിച്ചിട്ട് വരട്ടെ. രണ്ടാമത്തത് HCL, ടെൽക്ക്, കെയ്ൻസ് ടെക്നോളജി, ഇതൊക്കെ ഓൾറെഡി ഉള്ള കമ്പനികളല്ലേ? ഭാരത് ബയോടെക്, ഇതൊക്കെ ഓൾറെഡി ഉള്ള വലിയ ടെക്നോളജിക്കൽ കമ്പനികൾ. ഇവര് ചോദിക്കുന്നത് കേരളത്തിന് മാത്രമായിട്ട് ഒരു വികസന പദ്ധതി കൊണ്ടുവരാൻ കഴിയുന്നതാണ്. നിങ്ങൾ വേറെ പറ. ബഹളം വെക്കരുത്. നമുക്കിത് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അതല്ലേ ഞാൻ ചോദിച്ച വിശദീകരണം ചോദിക്കുന്നത്. അതാണ് ഞാൻ വിശദീകരണം ചോദിക്കുന്നത്. വിശദീകരണം ചോദിക്കുന്നത് അതല്ലേ? ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്നത് പുതുതായിട്ടാണ്. നിങ്ങളുടെ കാലത്ത് വന്നിട്ടില്ല. ഇനി പറയട്ടെ, വേറൊന്ന് ചോദിച്ചത്, ഇവിടെ പിന്നെ വിമാനത്താവളം വന്നു. ഈ വിമാനത്താവളം കൊണ്ടുവന്ന ആളുകൾ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ആ ഹെലികോപ്റ്ററിന് അതിലാണോ നാട്ടുകാർ പോകേണ്ടത്? അത് വളരെ പെർഫെക്റ്റ് ആയ ഒരു വിമാനത്താവളമാക്കി മാറ്റിയത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വന്നപ്പോഴാണ്. മെട്രോ റെയിൽ ഈ മെട്രോ റെയിൽ വന്നതും അതിന്റെ വികസനവും കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് ഇടതുപക്ഷ മുന്നണി പ്രതിപക്ഷത്തിരുന്ന ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം. ഈ വടകരയിലെ MLA പറ്റി നിങ്ങൾക്ക് ഒന്നും ചോദിക്കാനും പറയാനുമില്ലേ? മെട്രോ റെയിലില് ആദ്യം ആസ്ട്രേലിയയിലെ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്തിട്ട് ആസ്ട്രേലിയയിലെ പ്രൈവറ്റ് കമ്പനിക്ക് കരാർ കൊടുത്ത ആളാ ഉമ്മൻചാണ്ടി. മെട്രോ റെയിൽ അത് ഡൽഹി മെട്രോ കോർപ്പറേഷന് കൊടുക്കുന്നതിന് സമരം നടത്തി അവർക്ക് കൊടുപ്പിച്ചതിന്റെ ഭാഗമായി പൊതുമേഖലയിൽ വന്നത് വരുത്തിയത് ഇടതുപക്ഷം സമരം ചെയ്തിട്ട. അതിന്റെ പൂർണ്ണത സമയം കുറവാണ്. ചോദ്യം വടകരയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളെ UDF പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. നമ്മുടെ വയനാട്ടിലെ 178 വീടുകൾ ഉദ്ഘാടനം ചെയ്ത സമയത്ത് രാജൻ മിനിസ്റ്റർ പറഞ്ഞ സുപ്രധാനമായ ഒരു വാക്യമുണ്ട്. ഞങ്ങൾ കല്ലിട്ട് പോകുന്നവരല്ല. ഓർമ്മയുണ്ടാവണം. ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവരൊക്കെ ഇപ്പോൾ പറയുന്നത് അതല്ല, ഉമ്മൻചാണ്ടിനെ കല്ലാണെന്ന് പറയുന്നത്. ഇതാണ് UDFന്റെ പ്രശ്നം. കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. ചോദ്യം ചോദിക്കുമ്പോഴും അതിന്റെ ഉത്തരം പറയുമ്പോഴും അത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. LDF ഉയർത്തുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ചോദ്യത്തിലേക്ക് വരികയാണ്. ഞങ്ങൾ കല്ലിട്ട് പോകുന്നവരല്ല, ഓരോ കല്ല് വെച്ച് പടുത്തുയർത്തുന്നവരാണ് LDF. എനിക്ക് ചോദിക്കാനുള്ളത് UDFന്റെ പ്രതിനിധിയോടാണ്. ഇവിടെ MLA എന്ന രീതിയിൽ ഇവിടെ ഇട്ട ഒരു കല്ലിന്റെ അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തെ ഉദ്ഘാടനം ചെയ്ത ഒരു കല്ലെങ്കിലും നിങ്ങൾ ഇട്ടോ? ഏത് കല്ലാണ് നിങ്ങളുടെ പറയാം? ഒരു വികസനത്തിന്റെ ഭാഗമായി ഒരു കല്ലെങ്കിലും ഈ വടകര മണ്ഡലത്തിലിട്ടോ? വടകര MLA ഒരു കല്ലെങ്കിലും ഇട്ടിട്ടുണ്ടോ? അതാണ് ചോദ്യം. ഇനി ഉത്തരം കേൾക്കണം.
ഉത്തരം പറയട്ടെ. അദ്ദേഹം ഇവിടെ UDF-ന്റെ പ്രതിനിധി ഉണ്ടല്ലോ ഉത്തരം പറയാൻ. അദ്ദേഹം പറയട്ടെ. ഒന്ന് ഈ ചോദ്യം ചോദ്യം ചോദിച്ച സുഹൃത്ത് പത്രങ്ങളിലും സോഷ്യൽ മീഡിയയും കാണുന്നില്ല എന്നതാണ് പ്രശ്നം. വടകര MLA കഴിഞ്ഞ 5 വർഷം നടത്തിയ പ്രവർത്തനം വാദങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അവതരിപ്പിക്കാമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 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 വടകരയിൽ ഒരു MLA ഉണ്ട് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടത് കഴിഞ്ഞ 5 വർഷം പറയാം. ഇവിടെ ഞാൻ പറയാം, പദ്ധതിയുടെ പേര് 189 കോടി രൂപയുടെ പദ്ധതിയാണ് ഈ വടകരയിൽ ആരംഭിച്ചത്. അവിടെയൊക്കെ തറക്കല്ലിട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ വഴി പോയാൽ മതി. എവിടെയൊക്കെയാണ് MLA തറക്കല്ലിട്ട് കാണാൻ നിങ്ങൾക്ക്. 1, 2, 3, 10, 20 നിരവധി പദ്ധതികൾ ഇവിടെ തറക്കല്ലിട്ടിട്ടുണ്ട്. ഒന്ന് കടലോര മേഖലയിൽ, തീരദേശ മേഖലയിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക്, അവിടെ ജീവിക്കുന്ന പാവങ്ങൾക്ക് പിടിച്ച MLA ഉള്ളൂ. അതുപോലെ റോഡുകൾ നിങ്ങൾ നോക്ക്. റോഡുകളായാലും സർക്കാർ സ്ഥാപനങ്ങളായാലും ഇപ്പൊ മടപ്പള്ളി കോളേജിൽ 1957 മടപ്പള്ളി കോളേജ് 1957 EMS കൊണ്ടുവന്നതാ. അവിടെ ബൃഹത്തായ പദ്ധതി 20 കോടി രൂപയുടെ പദ്ധതി നിങ്ങൾ നോക്കി. അതിന് മറ്റൊരു സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായി. അതുപോലെ നിരവധി പദ്ധതികൾ ഇവിടെ. മഞ്ഞളിച്ച കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണില്ല. എന്റെ ചോദ്യം ശ്രീ UDF-ന്റെ ശ്രീ വേണുവിനോടാണ്. ഇപ്പം താങ്കൾ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കാണാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പറഞ്ഞത്. ഇപ്പം ചോദ്യാർത്ഥനോട് ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ മാത്രമേ രമേൻ്റെ പ്രവർത്തനമുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം എന്താ വെച്ചാൽ പറഞ്ഞത്, പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തുനിന്നും നടപടി വരുന്നുണ്ട് എന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ബൈറ്റ് കിട്ടിയെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് കൃത്യമായ നടപടി വന്നിട്ടും വടകരയിൽ വേണ്ടത്ര പ്രവർത്തനം കിട്ടിയില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ സോഷ്യൽ മീഡിയ വന്നത്. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുമ്പോൾ ഇപ്പം UDF-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ വിങ്ങും അല്ലെങ്കിൽ മാധ്യമങ്ങളെല്ലാം വളരെ ശക്തമാണ്. എന്നിട്ടും VD സതീശനെ പോലെ ദിവസവും നുണ പറയുന്ന, ഇന്നും പറഞ്ഞിട്ടുണ്ട് എന്ത് പത്രക്കാരോട് പറഞ്ഞു വെച്ചാൽ അവിടെ പണി നടന്നിട്ടുണ്ടെന്ന്. വയനാട്ടിൽ പണി നടന്നിട്ടുണ്ട് ഇന്ന് ഉച്ചക്കും പറഞ്ഞു. എന്ന നേതാവിനെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് എനിക്ക് മനസ്സിലാകട്ടെ. തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജനങ്ങൾക്ക് എന്ത് വിശ്വാസ്യതയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക? ശരി ഇവിടെ നിരന്തരമായി കഴിഞ്ഞ 10 വർഷം ആളുകളെ പറ്റിച്ച ഒരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. നിങ്ങളുടെ 2016 മാനിഫെസ്റ്റോ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സാധനങ്ങൾ ഒരു വിലയിരുത്തിക്കില്ലെന്ന. അവിടെ ബാക്കി എല്ലാ സാധനങ്ങളും വമ്പിച്ച രൂപത്തിലുണ്ടായി. ഞാൻ കേരളത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഈ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ ഗവൺമെന്റ് ഏത് മേജർ പദ്ധതികൾ കൊണ്ടുവന്ന പദ്ധതികൾ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാ? ഏത് പദ്ധതി? വിഴിഞ്ഞം പദ്ധതിയെ അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ എതിർത്തു. വിഴിഞ്ഞം പദ്ധതിയെ CPM എതിർത്തു. വിഴിഞ്ഞം പദ്ധതിയെ അച്യുതാനന്ദൻ ഉൾപ്പെടെ എതിർത്തു. അന്ന് പിണറായി വിജയൻ നേതൃത്വത്തിൽ, അന്ന് പിണറായി വിജയൻ സെക്രട്ടറിയാണ്, അദാനിയെ സൽക്കരിച്ചു. AKG സെന്ററിൽ അദാനി ഞങ്ങളുടെ അദാനിയെ പോലുള്ള പാർട്ടിയാകുന്നത് എങ്ങനെയാ? അദാനിയെ പോലുള്ള ഒരു കോർപ്പറേറ്റ് ഭീമൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി എങ്ങനെയാവുക? അദാനി നിങ്ങളുടെ ആളാണ്. 2016 വില കൂടുതലെന്ന് പറയേ വീണോട്ടിന് ഇതൊന്ന് നോക്കി നോക്ക്. മാവേലി സ്റ്റോറിലെ സാധന
അരിക്കുള്ള വില 33 റുപ്യ. 33 റുപ്യ. മാവേലി സ്റ്റോറിൽ അടക്കൊന്ന് പോണോ? തള്ളു പറഞ്ഞതാണ് വിലക്കയറ്റ പ്രശ്നം. പൊതു ഉടമയിൽ കൊണ്ടുവന്നത് പദ്ധതി എന്താ ഉള്ളത്? വിവേകായിട്ട് നിങ്ങൾ നോക്ക്. ഏതെങ്കിലും പൊതു മാർക്കറ്റിൽ ഇടപെടുക എന്ന് പറയുന്ന സംവിധാനം ഇപ്പൊ ഉണ്ടോ? നേതാവിനോട് ചോദിക്കുന്നത് ഇപ്പൊ ഒരു 1/2 മണിക്കൂർ ആയിക്കോളൂ. ഓർക്കാട്ടിൽ ആക്സിഡന്റ് ആയത് ഗവൺമെന്റ് ആശുപത്രി പോകാൻ പറയും ഇവിടെ ഡോക്ടർ ഇല്ലാന്ന്. അങ്ങനെ സാറിന് ഹോസ്പിറ്റൽ ഉണ്ട്. ഇപ്പം വിളിച്ചു ചോദിച്ചോ? ഇപ്പം ചോദിച്ചോ? നിങ്ങൾക്ക് ശബരിമലയിലെ പൊന്ന് കക്കല്ലാതെ കത്രീന്റെ അല്ലാതെ കടക്ക് പുറത്തുനിന്ന് പറയല്ലാതെ മാധ്യമക്കാരോട് പറഞ്ഞ് കടക്ക് പുറത്തുനിന്ന് വീട്ടിൽ പോയി ചോദിച്ചോന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതല്ലാണ്ട് വേറെന്താ പറയാ? ഇപ്പൊ വില്ലാപ്പള്ളിയിൽ ബോംബുണ്ടാക്കുന്നല്ലാണ്ട് വേറെ നിങ്ങൾക്ക് എന്താ അറിയാ? വടകരയിൽ ഈ ദിവാരമാഷ വെച്ചുകൊണ്ട് തന്നെ രമ വിജയിക്കും. അതിൽ യാതൊരു സംശയമില്ല. 20,000 വോട്ട് വിജയിക്കും ദിവാരമാഷോട്. ഈ പറഞ്ഞിട്ടുള്ള കടക്ക് പുറത്ത് എന്ന് പറഞ്ഞൊരു സംഗതി പറഞ്ഞു. നമ്മള് 10 കൊല്ലമായിട്ട് UDF ട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് അത്. കേരളത്തിലെ ജനങ്ങളെ മുമ്പിൽ ഇങ്ങനെ പോയി അവസാനം 10ാമത്തെ കൊല്ലം എത്തിയപ്പോ കേരളത്തിൽ 5,92,000 ഭവനരഹിതരായ ആളുകളോട് പിണറായി വിജയൻ പറഞ്ഞു കടക്കകത്തേക്ക്. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി. കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് ഈ പറയുന്ന കൊള്ളക്കാരും UDFകാരും ഉൾപ്പെടെയുള്ളവരോടാണ്. കേരളത്തിലെ പാവപ്പെട്ടവനോട് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ പറഞ്ഞു 5,92,000 ആളുകളോട് പറഞ്ഞു കടക്കകത്തേക്ക്. കടക്ക് പുറത്തേക്ക് എന്ന് പറഞ്ഞത് നിങ്ങളുടെ നിലപാടുള്ള VD സതീശനെ പോലുള്ള നുണയന്മാരോടാ പറഞ്ഞത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു നിസ്സാര പ്രശ്നമുയർത്തി ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ ഈ രണ്ട് കൂട്ടരും മത്സരിക്കുന്നത് ഇവിടെ നടക്കാത്ത പദ്ധതികളെ കുറിച്ചും ചെയ്യാത്ത കാര്യങ്ങളിലാണ് ഇവർ രണ്ടുപേരും തർക്കിക്കുന്നത്. ഇവിടെ കോടിക്കണക്കിന് വേണേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ എത്ര ഒരു ഇത്തിരി വൈകിട്ട് വന്നാൽ ഒരു 5 മിനിറ്റ്. ഇതെവിടെ നടക്കാത്ത കുറെ പദ്ധതികളുടെ അവകാശവാദം ഉന്നയിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ ഈ വാഗ്വാദങ്ങൾ മുഴുവൻ പറയട്ടെ. ഞാനൊന്നും പറയാൻ തുടങ്ങിയിട്ടില്ല, തർക്കിക്കലെന്ന് ഞാൻ പറയുന്ന മുഴുവൻ. അപ്പൊ ഇവിടെ വേണ്ടിടുന്നത് ഈ മണ്ഡലത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് ഈ രണ്ട് കൂട്ടരും ഒരേപോലെ കാണാൻ കാരണക്കാരാ. ഇവിടെ പറയട്ടെ, ഞാൻ പറയുന്ന മുഴുവൻ. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി നടപ്പിലാക്കി എന്ന് പറയുന്നത് എം എൽ എയുടെ ഫണ്ട് കൊണ്ടാണോ? സംസ്ഥാനം ഇവിടെ നോക്കൂ, ഞാൻ പറയാം 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റല് ജില്ലാ ആശുപത്രി നിലവാരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഉയർത്തിയ ഒരു ഹോസ്പിറ്റലാണത്. പക്ഷേ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നിലവാരം പോലും ആ ഹോസ്പിറ്റലിൽ ഇല്ലെന്ന്. അവിടെ ഒരു തുന്നി കെട്ടാൻ പോലും സൂചി മരുന്ന് പോലും ഇല്ലാത്ത സ്ഥിതിയാണ് അവിടെ നിലവിൽ ഞാൻ പറയാം. അവിടെ കേന്ദ്ര ഗവൺമെന്റ് നിലവിൽ ആ ഹോസ്പിറ്റലിന് വേണ്ടി 98.50 കോടി രൂപയുടെ ഫണ്ട് കൊടുത്താരാ? കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാരാണ്. അവിടെ അതേപോലെ തന്നെ ഡയാലിസിസ് സെന്ററിന് 5 കോടി രൂപ കൊടുത്തത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇവിടെ 22 കോടി രൂപയുടെ റെയിൽവേ സ്റ്റേഷൻ, ഇന്ന് വിമാനത്താവളത്തിന് ഒരു സമാനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയാരാ? ഇവിടെ KK രമേന്റെ ഗുണാണോ അതോ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനോ? അത് നരേന്ദ്രമോദി സർക്കാർ. പോയി കണക്ക് നോക്കണം, കണക്ക് നോക്കി എത്ര കൊടുത്തുള്ളത്. അല്ലാണ്ട് ഇവിടുന്ന് ഉറുപ്പ്യ കൊടുത്തല്ല, കണക്ക് നോക്ക് പോയിട്ട് കണക്ക് നോക്കിയാൽ മതി. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഞാൻ പറയാം, ഇവിടെ ആരോഗ്യ മന്ദിർ എന്നൊരു 3 സ്ഥാപനങ്ങളാണ് ഈ വടകരയിൽ അനുവദിച്ചത്. അതിന് 54 ലക്ഷം രൂപ അനുവദിച്ച നരേന്ദ്രമോദി സർക്കാർ. എവിടെയാണെന്ന് കൂടെ ഇവിടെ പറഞ്ഞിരാം. ഇവിടെ പാക്കയില്, അങ്ങാടിത്താഴ, പന്നിക്കോത്ത് ഈ സ്ഥലങ്ങൾ 3 ആരോഗ്യ മന്ദിർ അനുവദിച്ചത് നരേന്ദ്രമോദി സർക്കാരാ. തീരദേശ മേഖലയെ അങ്ങേയറ്റം അവഗണിച്ചിട്ടുള്ള ഈ 2 പാർട്ടിക്കാർക്കും ഈ വടകരയിൽ ഇത്തവണ വോട്ടില്ല. ഗവൺമെന്റുകളും കപ്പലുകളെ 10 വർഷം സാമ്രാജ്യ ശക്തികൾക്ക് ലൈസൻസ് കൊടുത്തിട്ട. രണ്ടാമത്തെ കാര്യം, വടകര ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് 84 കോടി കൊടുത്തു എന്നാ പറഞ്ഞത്. അത് ശരിയാ, പക്ഷേ അതിന്റെ 50% സംസ്ഥാന സർക്കാരിൻ്റെതാ. ഇവർ പൊങ്ങച്ചം പറഞ്ഞാണ് കഴിഞ്ഞ തവണ ഞാനിത് ഉന്നയിച്ചതിന്റെ പേരിലാണ്. സർക്കാർ കൊടുത്തതാ.
ബാക്കി 50 ഇവിടെ 5000 കോടി ഉറുപ്പിക NH-ന് വേണ്ടി വാങ്ങിയ വിദ്വാന്മാരാ. വേറൊരു സംസ്ഥാനത്തോട് വാങ്ങിയിട്ടില്ല. എന്നിട്ട് പൊങ്ങച്ചം പറയാ ഞങ്ങൾ കേന്ദ്രം കൊണ്ടുവന്നു. കോൺഗ്രസിന് എന്തെങ്കിലും പരാതി ഉണ്ടോ? ഇല്ലേ? കോൺഗ്രസ് ഇമാതിരി ചൂഷണം ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? നിങ്ങൾ ഒരു സമരം നടത്തിയോ? 2 ലക്ഷം കോടി കിട്ടണം. ആ 2 ലക്ഷം കോടി കിട്ടാണ്ട് കേരളത്തിന് വേണ്ടി നിങ്ങൾ 2 ലക്ഷം കോടി കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി പോയിട്ടുണ്ടായി. ഹൈക്കോടതിയിൽ 2 ലക്ഷം കോടി കിട്ടണമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. പിന്നെ 1183 കോടിയുടെ വികസനം കുറ്റ്യാടിയിൽ നടന്നപ്പോ വടകരയിൽ പറയത്തക്ക ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയോ? വടകരയിൽ നടത്തിയത് VD സതീശൻ വരെ സമ്മതിച്ചില്ലേ? ഞാൻ വനവാസത്തിന് പോകും, രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞ സതീശൻ 2 ദിവസം മുമ്പ് തിരുത്തി. അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം VD സതീശന് പോലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം കണ്ടപ്പോൾ VD സതീശന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിൽ അങ്ങേയറ്റം ദ്രോഹകരമായ ഇടപെടലാണ് MLA എന്ന നമുക്കെതിരെ ഉയർത്തിയത്. അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഈ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയേക്കാൾ നാദാപുരത്തെക്കാളൊക്കെ വലിയ വികസനം നടത്തിയ മണ്ഡലമാണ് വടകര. അത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണാൻ പോകുകയാണ്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അഴിമതിയുടെ കഥകളാണ് അങ്ങോട്ട് പറയുന്നത്. സർക്കാർ പ്രതിനിധിയോടാണ് ചോദ്യം. ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ലഭ്യത കുറക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 12 മണിവരെ മദ്യഷാപ്പുകൾ തുറക്കാനുണ്ടായ അടിയന്തര സാഹചര്യം എന്താണെന്ന് വിശദീകരിച്ച കൊള്ളാം. സംബന്ധിച്ച് കേരളത്തിൽ ഇടതുപക്ഷം ഇല്ലെങ്കിൽ തീരെ ഇല്ലാതാക്കണല്ലോ. ഇല്ലാതാക്കുക എന്ന് പറയുന്ന നയത്തിലേക്ക് പോകാനായിട്ടില്ല. സമയക്രമീകരണം നടത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതെപ്പോഴാവുക ആ സമയപ്പെടുന്ന നമ്മളെല്ലാവരും നടത്തണം. രാഷ്ട്രീയ വിഷയങ്ങൾക്ക് യാതൊരു പഞ്ഞും ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. വടകരയിലെ രാഷ്ട്രീയ പോരാട്ടം കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ എന്താണ് ഈ വടകരയിലും ഒപ്പം കോഴിക്കോട് ജില്ലയിലും കേരളത്തിലും ഒക്കെ സംഭവിക്കുക എന്നുള്ളതിന് നമ്മളും ഈ ചർച്ചയുടെ കൂടി വലിയ ജനക്കൂട്ടം സാക്ഷിയാണ്. അപ്പോ ജനാധിപത്യത്തിന്റെ ഉത്സവം ഉഷാറായിട്ട് നടക്കട്ടെ. ഞങ്ങൾ ഇവിടെ പറയുന്നു വടകരയിൽ നിന്ന് വടകരയിലെ പൗരാവലിക്ക് നന്ദി. താങ്ക് യു.